A+ട്യൂബിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു എപ്പിസോഡ്. ഏകദേശം 1/4 കോടിയോളം പേരുടെ ക്ഷേമ പെൻഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതായത് 22,85,866 പേരുടെ ക്ഷേമ പെൻഷൻ വിവിധ കാരണങ്ങളാൽ ധനവകുപ്പ് തടഞ്ഞുവച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അനുമാനിക്കണം. ഈ സസ്പെൻഷൻ വന്നത് കാരണം ഉടനെയൊന്നും ഈ കടമ്പ കടന്ന് ഈ 1/4 കോടിയോളം പേർക്ക് ക്ഷേമ പെൻഷൻ ഉടനെയൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന ഈ സസ്പെൻഷൻ പല ആളുകളുടെയും ഉപജീവനത്തെ തന്നെ തടസ്സപ്പെടുത്തുന്നതാണ്. വ്യക്തമായ വിവരം ഇനി പറയുന്നത് പോലെയാണ്. ആകെ ക്ഷേമ പെൻഷൻ നൽകുന്നവരുടെ എണ്ണം 49,28,892. ഇതിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് 22,85,866 പേരുടെ ക്ഷേമ പെൻഷൻ. ഇതിൽ പുരുഷന്മാരുടെ എണ്ണം 9,65,606. സ്ത്രീ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ സസ്പെൻഷനിലായത് 13,20,228 പേരുടേതാണ്. ഇനി ഓരോ ക്ഷേമ പെൻഷനും കാറ്റഗറീസ്ഡായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കർഷക തൊഴിലാളികളുടെ 5,01,066 പേരുടെ ക്ഷേമ പെൻഷൻ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഓൾഡ് ഏജ് പെൻഷൻ, ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരിൽ 11,62,608 പേരുടെ പെൻഷൻ തടഞ്ഞു വച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടേതാണെങ്കിൽ 1,54,242 പേരുടെ ക്ഷേമ പെൻഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വിധവ പെൻഷൻ വാങ്ങുന്നവരുടെ 4,39,728 പേരുടെ പെൻഷൻ തടഞ്ഞു വച്ചിട്ടുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരുടെ പെൻഷൻ്റെ കാര്യം എടുത്താൽ 28,222 പേരുടെ ക്ഷേമ പെൻഷനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് സെക്രട്ടറിമാർ ഡിജിറ്റൽ ഒപ്പ് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. സെക്രട്ടറിമാരെന്നാൽ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും സെക്രട്ടറിമാരാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഡിജിറ്റൽ ഒപ്പ് വെക്കേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ പാസ്സായി കഴിഞ്ഞാൽ അവസാനമായി ഒപ്പ് വെക്കേണ്ടത് സെക്രട്ടറിമാരാണ്. അത് അവരുടെ ഡിജിറ്റൽ ഒപ്പാണ് വെക്കുന്നത്. ഈ ഒപ്പ് വെക്കുന്ന തീയതി മുതൽ പെൻഷൻ കിട്ടാൻ അർഹതയുണ്ടാവും. പക്ഷേ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സെക്രട്ടറിമാരുടെ ഉപേക്ഷ കാരണം ഈ ഡിജിറ്റൽ ഒപ്പ് വെക്കാതിരിക്കുകയാണ്. ഇതിനു മുമ്പ് സംസ്ഥാന സർക്കാർ തന്നെ ഇങ്ങനെ ഒപ്പ് വെക്കാത്തത് കൊണ്ട് ആർക്കെങ്കിലും ക്ഷേമ പെൻഷൻ കിട്ടാതെ പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം സെക്രട്ടറിമാർക്കാണ് എന്ന് അറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നും ശരിയായ ശുഷ്കാന്തിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഇനി മറ്റൊരു കാരണമായി പറയുന്നത് മസ്റ്ററിങ്ങിൽ വന്നിട്ടുള്ള അപാകതകളാണ്. പലരും നടത്താത്തവരുണ്ട്, നടത്തിയത് ശരിയായ രീതിയിലല്ലാത്തത് കൊണ്ട് അംഗീകാരം കിട്ടാതെ പോയതുമുണ്ട്. ഇനി വേറൊരു കാരണം ഗുണഭോക്താക്കൾ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തതിൻ്റെ പേരിലും പല ക്ഷേമ പെൻഷനുകളും തടഞ്ഞു വച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ധനവിഭാഗം, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നത് മസ്റ്ററിങ്ങിലെ സാങ്കേതിക പിഴവ് കാരണമാണ് ഇത്രയും പേരുടെ ഈ ക്ഷേമ പെൻഷൻ തടഞ്ഞു വച്ചിട്ടുള്ളത് എന്നാണ്. ഇതിൽ തന്നെ എത്ര ആളുകൾക്ക് ഉടനെ പെൻഷൻ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു തീർച്ച പറയാനും ഇല്ല. ഇപ്പോൾ ഏകദേശം തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടുമാണ് ഇപ്പോൾ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ആകെ ലഭിച്ചത് 2 ഗഡുക്കൾ മാത്രമാണ്. ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട്. ഏപ്രിൽ മുതൽ, അതായത് ഈ മാസം മുതൽ കൃത്യമായും എല്ലാ മാസവും
ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കും എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഈ സർക്കാരാണ് പറയുന്നു എന്നുള്ളത് കൊണ്ട് എത്ര അതിൽ ഗുണപ്രദമായ നടപടി ഉണ്ടാകുമെന്ന് കണ്ടറിയേണ്ടി ഇരിക്കുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഒരു ദിവസം ശമ്പളം വൈകിയപ്പോൾ സംസ്ഥാന സർക്കാർ കാണിച്ച ശുഷ്കാന്തി 6 മാസമായും ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്നിട്ട് പോലും കാണിക്കാതിരുന്നത് പരക്കെ ആക്ഷേപത്തിന് ഇടയാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായി കുറച്ചെങ്കിലും ഗഡുക്കൾ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ആവേശം കാരണം കുറച്ച് ക്ഷേമ ഗഡുക്കൾ കിട്ടിയിട്ടുണ്ട് എന്ന് ആശ്വസിക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ കിട്ടിയാൽ കിട്ടി എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ക്ഷേമ പെൻഷൻ കൊണ്ട് മരുന്നും ഭക്ഷണവും ചിലവും കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വഞ്ചി തിരിനക്കര തന്നെയാണ് എന്നുള്ളത് പറയാതെ വയ്യ. എല്ലാ കൊല്ലവും 100 രൂപ വീതം ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്തും എന്ന് ഈ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷമായി 1 രൂപ പോലും കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ മാസവും നിശ്ചിതമായും കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ കൊടുക്കാതെയും വന്നിരിക്കുന്നു. 6 മാസത്തോളം തുടർച്ചയായുള്ള വീഴ്ച പോലും ഈ വിതരണത്തിൽ വന്നു എന്നുള്ളത് ഒരു ജനാധിപത്യ സർക്കാരിന്, അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന സർക്കാരിന് ഭൂഷണവും അല്ല. ക്ഷേമ പെൻഷനുകൾ കൃത്യമായും കൊടുക്കുന്നതിലൂടെയാണ് ആദ്യമായി സർക്കാർ ഒരു പ്രിയോറിറ്റി ഫിക്സ് ചെയ്യാനുള്ളത്. പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന താൽപ്പര്യവും അവന് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ ഒരു നിശ്ചയദാർഢ്യവും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു എന്നുള്ളത് പറയാതെ വയ്യ. ലൈഫ് മിഷൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്.